ഈ സിനിമയായിട്ട് എനിക്ക് ദീർഘമായൊരു ബന്ധമുണ്ട്. എബ്രിഡ് ഷൈൻ എൻ്റെ ദീർഘകാല സുഹൃത്താണ്. അങ്ങനെ എബ്രിഡ് ഷൈൻ്റെ എല്ലാ സിനിമകളുടെ സെറ്റിലും പോകാറുണ്ട്. അങ്ങനെ ആനന്ദി ബാലയെ അന്ന പോലെ അറിയാം. ഞങ്ങൾ 5 ജനാണ്. ആനന്ദി ബാല എന്നാണ് ഇവളുടെ പേരെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ സിനിമയുടെ പോസ്റ്ററിൽ ആനന്ദി ബാല എന്ന് കണ്ടപ്പോഴാണ് പേര് അതാണെന്ന് അറിയുന്നത്. അപ്പൊ നേരത്തെ അറിയുന്ന കുട്ടിയാണ്. ഒരു സിനിമ ആദ്യമായിട്ട് ചെയ്യുന്നത് ഞാൻ കുറെ കാലങ്ങൾ അസിസ്റ്റന്റായിട്ട് അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് ആദ്യത്തെ ഒരു സിനിമ അത് റിലീസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. എന്റെ ഭാഗ്യത്തിന് അന്ന് ഒരു ഫങ്ഷൻസും ഉണ്ടായിരുന്നില്ല, പടത്തിന് പൂജ ഉണ്ടായില്ല, ഓഡിയോ റിലീസും ഉണ്ടായില്ല, പടം ഹിറ്റായതിനു ശേഷം ഒരു ആഘോഷവും ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ സ്റ്റേജിലൊന്നും സംസാരിക്കേണ്ടി വന്നില്ല. പിന്നെ 5 കൂടെ നിന്നിട്ട് ഇമോഷണലായിട്ട് എനിക്കത് മനസ്സിലാവും. ഈ സിനിമ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. സാധാരണ അങ്ങനെ ഞാൻ ധൈര്യമായിട്ട് പറയില്ല. കാരണം ഇതിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ട്. പിന്നീട് ഇതിന്റെ ഒരുപാട് വിഷ്വലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഓരോ സ്റ്റേജിലും ഞാൻ ഇതിന്റെ കുറെ ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം ഇതെന്താണ്. ഏറ്റവും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഗൗരവ് പറഞ്ഞ പോലെ ഭരതേട്ടന്റെ പഴയ സിനിമകൾ, ഈ ചാട്ട, ലോറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമകളിൽ അതിന്റെ ഒരു ആംബിയൻസ്, അതിന്റെ ഒരു എന്താ പറയുക, അതിന്റെ ഒരു ബാക്ക്ഡ്രോപ്പ്, പിന്നെ ഭരതേട്ടന്റെ സ്ത്രീ കഥാപാത്രങ്ങളുടെ ഒരു രീതി, റേച്ചലായിട്ട് ഹണീനെ അവിടെ സെറ്റിൽ കാണുന്നത് അല്ലാതെ കണ്ടിട്ടുള്ള ഒരു ഹണീൻ ആ ക്യാരക്ടറായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു. അപ്പൊ ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയെ ഇത്രയും സുന്ദരമായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. അത് ആണുങ്ങൾക്കേ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഒരു സ്ത്രീയെ ഏറ്റവും മനോഹരമായിട്ട് ഒരു പുരുഷനായിരിക്കും പ്രസന്റ് ചെയ്യാന്നാണ്. പക്ഷെ ഒരു പെൺകുട്ടി അത് മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തു. പിന്നെ ബാബുരാജ്, വിനയ് തട്ടില് ഒക്കെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സീനുകളൊക്കെ കണ്ടിട്ടുണ്ട്. ബാബുവൊക്കെ നമ്മുടെ പഴയ ഗടികളാണ്. ആദ്യം അതെ, മറവത്തൂർ കനവ് തൊട്ടിട്ട് കുറെ സിനിമകളിൽ എൻ്റെ സിനിമകളിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിലൊക്കെ വളരെ മെച്ചോർഡായിട്ടുള്ളൊരു ബാബുരാജനെ ഞാൻ കണ്ടിരുന്നു. ഈ സിനിമ ലേറ്റായി എന്ന് എല്ലാവരും ഇവിടെ നിന്ന് പറയുന്നത് എന്തൊരു മണ്ടത്തരമാണ്. ലേറ്റ് ആവാത്തൊന്നും ഓഡിയൻസിന്റെ പ്രശ്നമല്ല. ഇത് എന്ന് നിങ്ങൾ ഷൂട്ട് ചെയ്തു എന്നുള്ളതൊന്നും ജനങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഇത് തിയേറ്ററിൽ വരുന്ന ദിവസമാണ് ഈ സിനിമ. അപ്പൊ അത് വരികയാണ്. ഇത് എത്ര കൊല്ലം നിങ്ങൾ ഷൂട്ട് ചെയ്തു, എത്ര കാലം ഇത് ഇറങ്ങാതിരുന്നു എന്നുള്ളതൊന്നൊരു മറ്റ് പ്രേക്ഷകൻ അറിയേണ്ട വിഷയമല്ല. പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് വരാൻ പ്രേരിപ്പിക്കണം. അത് എന്തിന് ഒരു ഫാമിലി തിയേറ്ററിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു 1000, 1250, 1500 രൂപ ഇന്ന് ചെലവുണ്ട്. അപ്പൊ അവരെന്തിന് തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണണം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഈ സിനിമ എന്തായാലും കാണാൻ ആൾക്കാർ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പല സിനിമകൾക്കും 10 ടിക്കറ്റ് പോലും ഇല്ല, തികയാത്തോണ്ട് ഷോ ക്യാൻസൽ ആവുന്ന ഒരു സമയം. പക്ഷെ ഈ സിനിമയെ കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. വന്ന് കണ്ടാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ എല്ലാ വിഭവങ്ങളും ഉള്ള ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് എനിക്ക് അഭിമാനം അഞ്ജുവിന്റെ കാര്യത്തിലുള്ളത് എന്താന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടി അവരുടെ ആദ്യത്തെ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സിനിമയല്ല, ഒരു കഥയല്ല സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ എല്ലാ ചൂരും ഉള്ള ഒരു സിനിമയാണ്. നല്ല ആ സ്ഥലത്തിൻ്റെയും ആ കഥാപാത്രങ്ങളുടെയൊക്കെ ഗന്ധം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും പ്രേക്ഷകർ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം ഈ ഒരു വേദിയിൽ അറിയിക്കുകയാണ്.